നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ കേരളത്തിലെ ജില്ലകളും ആ ജില്ലകൾക്കുള്ള ചില വിശേഷണങ്ങളുണ്ട്. അതുമാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഒരുപാട് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും യുദ്ധകാല അടിസ്ഥാനത്തിൽ നമ്മുടെ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ അതിനെ മാത്രം ഒന്ന് സോർട്ട് ചെയ്ത് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുകയാണ്. കുറച്ച് ദിവസമായിട്ട് ലോങ് വീഡിയോസ് ഒന്നും ഇല്ലാതിരുന്നത് പനിയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുറേ പേരെനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ പറഞ്ഞ കുറേ ചോദ്യങ്ങൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ പറഞ്ഞതുകൊണ്ടും അത് കേട്ടതുകൊണ്ടും അവർക്കതിന് ഉത്തരം ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നറിയുമ്പോൾ ആ സന്തോഷം. അപ്പോൾ കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇനിയും എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്തും. അപ്പോൾ നമുക്കിപ്പോൾ സമയം കളയാതെ എപ്പിസോഡിലേക്ക് കടക്കാം. കേരളത്തിലെ ജില്ലകളും അവയുടെ വിശേഷണങ്ങളുമാണ്. പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ്. പ്രതിമകളുടെ നഗരം? കേരളത്തിലെ പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. പ്രതിമകളുടെ നഗരം. ശില്പനഗരം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. അപ്പോൾ പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരവും ശില്പനഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോടുമാണ്. 3 എല്ലുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. എവിടെയാണ്? കോട്ടയമാണ് 3 എല്ലുകളുടെ നഗരം. അപ്പം പ്രതിമകളുടെ നഗരം തിരുവനന്തപുരം. അത് മനസ്സിലേക്ക് ഇങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. തിരുവനന്തപുരത്ത് നിങ്ങൾ വരുവാണെങ്കിൽ അവിടുത്തെ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് പേരുടെ സ്റ്റാച്യു നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതൊന്ന് മനസ്സിലേക്ക് ഓർത്തിട്ട് പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണെന്ന് ഓർക്കുക. ശില്പങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ്. 3 എല്ലുകളുടെ നഗരം, ലെറ്റർ എല്ലാണ്, 3 എല്ലുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. അതുപോലെ സത്യത്തിൻ്റെ തുറമുഖം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. അപ്പം ശില്പനഗരവും കോഴിക്കോടാണ്, സത്യത്തിൻ്റെ തുറമുഖം എന്നറിയപ്പെടുന്നതും കോഴിക്കോടാണ്. ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് എവിടെയാണ്? അത് കാസർഗോഡാണ്. കാസർഗോഡാണ് ദൈവങ്ങളുടെ നാട്. അപ്പം ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കേരളത്തിലെ കാസർഗോഡാണ്. തെയ്യങ്ങളുടെ നാട് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ കണ്ണൂരേക്ക് വരുമ്പോൾ തെയ്യങ്ങളുടെ നാട് എന്ന് പറഞ്ഞാൽ കണ്ണൂരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തെയ്യങ്ങളുടെ നാട് കണ്ണൂർ. അതുപോലെ കേരളത്തിൻ്റെ തീർത്ഥാടന തലസ്ഥാനം നമ്മൾ പത്തനംതിട്ട ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് ശബരിമലയ്ക്കാണ്. അപ്പം കേരളത്തിൻ്റെ തീർത്ഥാടന തലസ്ഥാനം, കേരളത്തിൽ നിന്നും പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ ആൾക്കാർ ഒഴുകിയെത്തുന്നത് നമുക്ക് കാണാൻ പറ്റും വൃശ്ചിക മാസത്തിൽ. അപ്പം കേരളത്തിൻ്റെ തീർത്ഥാടന തലസ്ഥാനം എന്നറിയപ്പെടുന്നത് പത്തനംതിട്ടയാണ്. കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് എവിടെയാണ്? കണ്ണൂരാണ്. അപ്പം തെയ്യങ്ങളുടെ നാടും കണ്ണൂരാണ്, കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നതും കണ്ണൂരാണ്. കിഴക്കിൻ്റെ വെനീസ്, സ്കൂൾ കാലം തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ്. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം, ശില്പനഗരം കോഴിക്കോടാണ്, അതോടൊപ്പം തന്നെ സത്യത്തിൻ്റെ തുറമുഖവും കോഴിക്കോടാണ്, 3 എല്ലുകളുടെ നഗരം അത് കോട്ടയമാണ്, ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണ് നമ്മുടെ കേരളത്തെ അറിയപ്പെടുന്നത്. ദൈവങ്ങളുടെ നാട് എന്ന് കേരളത്തിൽ അറിയപ്പെടുന്നത് കാസർഗോഡാണ്. തെയ്യങ്ങളുടെ നാടും കണ്ണൂരാണ്. കേരളത്തിൻ്റെ മാഞ്ചസ്റ്ററും കണ്ണൂരാണ്. കേരളത്തിൻ്റെ തീർത്ഥാടന തലസ്ഥാനം പത്തനംതിട്ടയാണ്. അതുപോലെ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. കഴിഞ്ഞിട്ടില്ല. കശുവണ്ടി വ്യവസായത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? കൊല്ലമാണ്. നമുക്കറിയാതെ കശുവണ്ടി വ്യവസായത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് കൊല്ലമാണ്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് കേട്ടോ പാലക്കാട്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാടാണെന്ന് നമുക്കറിയാം. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് പാലക്കാടാണ്. കേരളത്തിൻ്റെ ഊട്ടിയാണ് വയനാട്. കേരളത്തിൻ്റെ ഊട്ടി എവിടെയാണ്? വയനാടാണ്. സപ്തഭാഷാ സംഗമഭൂമിയാണ് കാസർഗോഡ്. ദൈവങ്ങളുടെ നാടാണ് കാസർഗോഡ്. സപ്തഭാഷാ സംഗമഭൂമിയാണ് കാസർഗോഡ്. തിറകളുടെയും തറികളുടെയും നാട്. തിറകളുടെയും തറികളുടെയും നാടെന്നറിയപ്പെടുന്നതും കാസർഗോഡാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. എവിടെയാണ്? കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. അപ്പം കശുവണ്ടി വ്യവസായത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് കൊല്ലമാണ്. കേരളത്തിൻ്റെ നെല്ലറ പാലക്കാടാണ്. കേരളത്തിൻ്റെ ഊട്ടി വയനാടാണ്. പിന്നെ സപ്തഭാഷാ സംഗമഭൂമി കാസർഗോഡാണ്.
തിറകളുടെയും തറികളുടെയും നാട് എന്നറിയപ്പെടുന്നത് എവിടെയാണ്? കാസർഗോഡാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. നമുക്കിതെല്ലാം ഒന്നും കൂടി നോക്കാം. പ്രതിമകളുടെ നഗരം തിരുവനന്തപുരം, ശില്പനഗരം കോഴിക്കോട്, 3 എല്ലുകളുടെ നഗരം കോട്ടയം, സത്യത്തിൻ്റെ തുറമുഖം കോഴിക്കോട്, ദൈവങ്ങളുടെ നാട് കാസർഗോഡ്, തെയ്യങ്ങളുടെ നാട് കണ്ണൂർ, കേരളത്തിൻ്റെ തീർത്ഥാടന തലസ്ഥാനം പത്തനംതിട്ട, കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ കണ്ണൂർ, അതുപോലെ കിഴക്കിൻ്റെ വെനീസ് ആലപ്പുഴ, കശുവണ്ടി വ്യവസായത്തിൻ്റെ ഈറ്റില്ലം കൊല്ലം, കേരളത്തിൻ്റെ നെല്ലറ പാലക്കാട്, കേരളത്തിൻ്റെ ഊട്ടിയാണ് വയനാട്. എന്നാണ് കശുവണ്ടി വ്യവസായത്തിൻ്റെ ഈറ്റില്ലം കൊല്ലം, കേരളത്തിൻ്റെ നെല്ലറ പാലക്കാട്, കേരളത്തിൻ്റെ ഊട്ടി വയനാട്, സപ്തഭാഷാ സംഗമഭൂമി കാസർഗോഡാണ്, തിറകളുടെയും തറികളുടെയും നാടാണ് കാസർഗോഡ്, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. അപ്പോൾ ഈ ജില്ലകളും അവയുടെ വിശേഷണങ്ങളും ഒന്ന് പഠിച്ചു വെക്കുക. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് 5 മിനിറ്റിനപ്പുറം ചിലവാക്കേണ്ടി വരില്ല. അപ്പം എന്നോടൊപ്പം തന്നെ ഇത് കൂടെ പറഞ്ഞ് കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം.